ഗെയ്സ് കിണ്ടങ്ങാജി വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ് ഗെയ്സ്. രാവിലെ നേരത്തെ വീച്ചെങ്കിലും പോണോ വേണ്ടോ എന്നുള്ള ചർച്ചയ്ക്കൊടുവിൽ പോവാന്ന് തീരുമാനിച്ചു. ബസ് മിസ്സായാലോ എന്ന് കരുതി ചേട്ടനെ കൊണ്ട് സ്കൂട്ടിയിലാണ് ഗെയ്സ് ആലങ്കോട് വരെ പോയത്. പക്ഷേ ബസ് മിസ്സായില്ല. അങ്ങനെ ബസ് കയറിയിരുന്നു, നേരെ കോളേജിലെത്തിയപ്പോൾ അതാ ആരുമില്ല. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ സാറ് വന്ന് ഞങ്ങളെ തിയേറ്ററിൽ കൊണ്ടുപോയി മിറാജ് കാണിച്ചു ഗെയ്സ്. മിറാജ് ഈ സിനിമ ഞാൻ ഓൾറെഡി കണ്ടതുകൊണ്ടും എനിക്ക് വീണ്ടും കാണാൻ താല്പര്യമില്ലാത്തതുകൊണ്ടും ഞങ്ങളൊരു 11:30 ചാടി ഗെയ്സ്. ചാടിയതല്ല, സാറിൻ്റെ അടുത്ത് പറഞ്ഞു സാർ ഞങ്ങൾക്ക് ബസ് ഉണ്ട് പോകണം എന്നുള്ളത്. അങ്ങനെ അത് കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ സാർ പറഞ്ഞു ഒന്ന് വെയിറ്റ് ചെയ്യൂ, നമുക്ക് അരവണയൊക്കെ കഴിച്ചിട്ട് പോകാൻ. അങ്ങനെ അരവണ കഴിച്ചു ഗെയ്സ്. ഇതാണ് ഞങ്ങളുടെ ആഷിക് സാറും കിഷോർ സാറും. 4ാമത്തെ ദിവസം ഐശ്വര്യമായിട്ട് തുടങ്ങാന്ന് പറഞ്ഞ് വന്ന ഞാനാണ് ഗെയ്സ്. ദേ വന്ന പടം തിരിച്ച് വീട്ടിൽ പോകാൻ ഗെയ്സ്. വളരെ നല്ലൊരു സെമസ്റ്റർ ആയിരുന്നു. പക്ഷേ ഇനി ഓൺലൈൻ ജേർണലിസ്റ്റിന്റെ പേപ്പർ വരുമ്പോൾ ഉണ്ടായിരുന്നത് 5 ഒക്കെ ആയിരുന്നു. പക്ഷേ 6 തുറന്ന ഇച്ചിരി തേർഡ് സെം പോയെന്നാ തോന്നുന്നത്. റിസൾട്ട് വരുമ്പോൾ ഫസ്റ്റ് സെം പോയായിരുന്നു, സെക്കൻഡ് സെം പോയായിരുന്നു. അതുകൊണ്ട് തേർഡ് സെം പോയെന്ന് അവള് പറയുന്നത്. പഠിക്കുന്ന കുട്ടികൾക്ക് എല്ലാ സെമ്മിലും ഞാൻ പഠിക്കുന്ന ആളെ ഇതൊക്കെ കഴിഞ്ഞ് 2 പോസ്റ്റ് ഇട്ട് ചലവാപ്പെടുത്ത് നോക്കിയപ്പോൾ എനിക്ക് ബസ് ഉണ്ട് ഗെയ്സ്. അങ്ങനെ ഞാൻ ചാടി ഓടി കോളേജിൽ നിന്ന് ഇറങ്ങി ഗെയ്സ്. ചെന്ന് നിന്നപ്പോൾ ബസ് പോയി എന്നാ പറഞ്ഞത്, പക്ഷെ ബസ് വന്നു. രാവിലെ ആലങ്കോട് നിന്ന് കയറുകയും വൈകുന്നേരം കല്ലമ്പലത്ത് നിന്ന് വന്ന് ഇറങ്ങിയാണ് ഗെയ്സ് ഞാൻ ചെയ്യുന്നത്. 12:45 കല്ലമ്പലത്തി ഞാനാണ് ഗെയ്സ്. 1:30 ഒരു ബസ് വരുന്നത്. ഇതിന്റെ ഒരു അവസ്ഥ. 1:30 ഞാൻ ബസ് കയറിയിട്ട് 2:05 ഗെയ്സ് ചെമ്പരത്തുക്കി വന്ന് ഇറങ്ങാൻ. പിന്നെ അവിടെ നിന്ന് അമ്മയെ വിളിച്ചു, അമ്മ വന്നു, വണ്ടി തന്നു, നമ്മൾ തിരിച്ച് വീട്ടിൽ എത്തി ഗായ്സ്. അത് കഴിഞ്ഞ് കുറച്ച് മുന്തിരിങ്ങയും ബിരിയാണിയും കഴിച്ച് ഇന്നത്തെ വ്ലോഗ് ഞാൻ നിർത്തുന്നു. ടാറ്റാ ബൈ ബൈ. അടുത്ത വ്ലോഗ് അടുത്ത ദിവസം കാണാം. ടാറ്റാ.